നമസ്കാരം. മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരുള്ള സോഷ്യൽ മീഡിയയിലടക്കം തരംഗമായി മാറാറുള്ള റിയാലിറ്റി ഷോയാണ് മോഹൻലാൽ അവതാരകനായി എത്താറുള്ള ബിഗ് ബോസ്. ഇതുവരെ ബിഗ് ബോസിന്റെ 6 സീസണുകളാണ് മലയാളത്തിൽ പുറത്തെത്തിയിട്ടുള്ളത്. ഇപ്പോഴത്തെ ബിഗ് ബോസ് ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമം വിട്ട് ഷോയുടെ 7ാം സീസണിന്റെ വരവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ വർഷം ആദ്യം മുതൽ സീസൺ 7ന്റെ പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയായിരുന്നു BB പ്രേക്ഷകർ. സാധാരണ എല്ലാ വർഷവും മാർച്ച് മാസമാകുമ്പോഴേക്കും ബിഗ് ബോസ് തുടങ്ങാറുണ്ട്. എന്നാൽ മെയ് പകുതിയായിട്ടും സീസൺ 7മായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റ് ഒന്നും വരാതെയായപ്പോൾ ബിഗ് ബോസ് പ്രേക്ഷകരും നിരാശയിലായിരുന്നു. ഇനി ആരൊക്കെയാകും ഇത്തവണ മത്സരിക്കാൻ എത്തുക എന്നാണ് പ്രേക്ഷകർക്ക് അറിയേണ്ടത്. നിരവധി പേരുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട്. സിനിമ, സീരിയൽ മേഖലകളിൽ നിന്നുള്ളവരും സോഷ്യൽ മീഡിയ താരങ്ങളുടെ പേരുകളുമെല്ലാം ചർച്ചകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയ താരവും അന്തരിച്ച മിമിക്രി കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യയായ രേണു സുധിയുടെ പേരാണ് സാധ്യത പട്ടികയിൽ ഏറ്റവും കൂടുതൽ ഇടം പിടിച്ചിട്ടുള്ളത്. അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ പേരുകളിലൊന്നാണ് രേണുവിന്റേത്. രേണുവിന്റെ റീൽ വീഡിയോകളും ആൽബങ്ങളും എല്ലാം വളരെയധികം വൈറലാണ്. ഇതിനെ ചുറ്റിപ്പറ്റി നിരവധി വിമർശനങ്ങളും വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതേസമയം ബിഗ് ബോസ് തനിക്ക് ഇഷ്ടമാണെങ്കിലും ഇതുവരെ ബിഗ് ബോസിൽ നിന്നും തന്നെ വിളിച്ചിട്ടില്ലെന്നാണ് രേണു തുറന്നു പറഞ്ഞത്. എന്നാൽ വിളിച്ചാൽ തീർച്ചയായും പങ്കെടുക്കുമെന്നും രേണു വ്യക്തമാക്കിയിരുന്നു. പച്ചവീട്ടിൽ പ്രശ്നേഷ് എന്നറിയപ്പെടുന്ന യൂട്യൂബർ രോഹിത്താണ് മറ്റൊരാൾ. ഗ്രീൻ ഹൌസ് ക്ലീനിംഗ് എന്ന യൂട്യൂബ് ചാനലിലൂടെ വൈറലായ താരമാണ് രോഹിത്. അടുത്തിടെ ഇയാൾക്കെതിരെയും അമ്മയും സഹോദരിയും രംഗത്തെത്തിയത് വലിയ ചർച്ചയായിരുന്നു. കാശിന്റെ കണക്ക് പറഞ്ഞ് ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നും സ്വർണം ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കിയെന്നും അടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി. ഇത് സംബന്ധിച്ച് രോഹിത് നൽകിയ വിശദീകരണങ്ങളും വീഡിയോകളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ ദിവസങ്ങളോളം കത്തി നിന്നിരുന്നു. ഈ പ്രശ്നങ്ങൾ ബിഗ് ബോസിൽ വരുന്നതിന് മുൻപ് മനഃപൂർവ്വം ഉണ്ടാക്കിയതാണോ എന്ന സംശയമാണ് ചിലർ ഉയർത്തിയത്. സമാന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രശ്നങ്ങളുടെ പേരിൽ വൈറലായ പ്രണവ് കൊച്ചുവും ഇത്തവണത്തെ സീസണിൽ ഉണ്ടായേക്കുമെന്നാണ് ചിലരുടെ പ്രവചനം. പ്രണവും സഹോദരനായ പ്രവീണും തമ്മിലുള്ള തർക്കമായിരുന്നു സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത്. ബിഗ് ബോസ് മാത്രം ലക്ഷ്യം വെച്ച് കൂടുതൽ പ്രശ്നം ചർച്ചയാക്കിയതാണോ എന്ന സംശയം സോഷ്യൽ മീഡിയയിൽ പലരും പങ്കിട്ടിരുന്നു. മോഡലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ജാസിക്ക് സാധ്യത കൽപ്പിക്കുന്നുണ്ട്. ബിഗ് ബോസിൽ അവസരം കിട്ടിയാൽ താൻ തീർച്ചയായും പങ്കെടുക്കുമെന്ന് മുൻപ് ജാസി തുറന്നു പറഞ്ഞിരുന്നു. ബ്ലോഗർ അലിൻ ജോസ് പെരേരയും പുതിയ സീസണിൽ എത്തിയേക്കുമെന്നാണ് ചില പ്രവചനങ്ങൾ. സോഷ്യൽ മീഡിയയിൽ അലിൻ ജോസിനെ അറിയാത്തവർ കുറവായിരിക്കും. വിവാദങ്ങളുടെ തോഴൻ കൂടിയാണ് പെരേര. ഫിറ്റ്നസ് ട്രെയിനറായ ദിൽസിൽ M ഇക്ബാലിന്റെ പേരും ചർച്ചയാകുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ സീസണിൽ ഫിറ്റ്നസ് ട്രെയിനറായ ജിൻഡോയായിരുന്നു കപ്പടിച്ചത്. തുടക്കത്തിൽ വലിയ വിമർശനങ്ങൾ നേരിട്ട താരം വളരെ പെട്ടെന്നായിരുന്നു ഒരു വിഭാഗം ആരാധകരുടെ പിന്തുണ നേടിയെടുത്തത്. സീരിയൽ രംഗത്ത് നിന്നും ഇത്തവണ അനുമോളുടെ പേരാണ് സാധ്യത പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. സിനിമാ രംഗത്ത് നിന്ന് നടൻ റോഷൻ, ജിഷിൻ മോഹൻ എന്നിവരുടെ പേരുകളുമുണ്ട്. നടി അഞ്ജന മോഹൻ, ഡാൻസറും ഡോക്ടറുമായ ജാനകി ഓംകുമാർ, ഗായിക ഫൗസിയ റഷീദ്, അവതാരകരായ മസ്താനി, മെഹർ ഫാത്തിമ, റാപ്പ് സിംഗർ വിശ്വദേവ്, നാഗ സൈനിദ്രി, ബ്ലോഗർ ഉണ്ണിക്കണ്ണൻ മംഗൾഡാം, നീള നമ്പ്യാർ എന്നിവരുടെ പേരുകളും ചർച്ചയാകുന്നുണ്ട്. അവതാരകനായി ഇക്കുറിയും നടൻ മോഹൻലാൽ തന്നെയാണ് എത്തുക. മോഹൻലാലിന്റെ പിറന്നാൾ ദിവസം തന്നെയാണ് പുതിയ സീസണിന്റെ ലോഗോയും പുറത്തിറക്കിയിരിക്കുന്നത്. എന്നാൽ മോഹൻലാൽ ഷോയുടെ അവതാരകനായി വീണ്ടും എത്തുന്നത് അദ്ദേഹത്തിന്റെ ആരാധകരിൽ പലർക്കും ഇഷ്ടമായിട്ടില്ല. സോഷ്യൽ മീഡിയയിലെ കമന്റുകളിൽ നിന്നും ഇക്കാര്യം വ്യക്തമാണ്. മോഹൻലാൽ ഷോയിൽ നിന്ന് പിന്മാറണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പലരും കമന്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബിഗ് ബോസ് അവതാരകൻ എന്ന നിലയിൽ നിരവധി വിമർശനങ്ങൾ പല സീസണുകളിലായി മോഹൻലാൽ നേരിട്ടിട്ടുണ്ട്. സ്വന്തം വില മോഹൻലാൽ കളയുകയാണെന്നും ഹിന്ദി ബിഗ് ബോസിലെ അവതാരകനായ സൽമാൻ ഖാനെ പോലെ ശക്തമായ അവതാരകൻ വരണമെന്നാണ് പലരും പറയുന്നത്. മോഹൻലാൽ അത്രയൊന്നും പരുഷമായി സംസാരിക്കുന്നില്ലെന്നും ബിഗ് ബോസ് അണിയർ പ്രവർത്തകരുടെ പാവ പോലെ പ്രവർത്തിക്കുന്നുവെന്നുമാണ് പലരും അറിയുന്നത്. ഈ ഷോ മോഹൻലാൽ എന്ന നടന്റെ ഇമേജിനെ തന്നെ ബാധിക്കുമെന്നും പലരും പറയുന്നു. മാത്രമല്ല, ഷോയുടെ അവതാരകനായതിന്റെ പേരിൽ ചില മത്സരാർത്ഥികളുടെ ഫാൻസ് മോഹൻലാലിനെ തെറി വിളിക്കുകയും സൈബർ ആക്രമണം നടത്തുകയും ചെയ്യുന്ന സാഹചര്യവും നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മോഹൻലാലിനോട് ജനങ്ങൾക്ക് ഇപ്പോഴുള്ള ഇഷ്ടം ബിഗ് ബോസ് അവതാരക സ്ഥാനം വീണ്ടും ഏറ്റെടുത്ത് ഇല്ലാതാക്കരുതെന്ന ചിലർ ആരാധകരും പറയുന്നുണ്ട്. കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിലും അല്ലാതെയും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പ്, എതിർപ്പ്, കളിയാക്കലുകൾ നേടിത്തന്ന പ്രോഗ്രാം ഇനിയും നിങ്ങൾ അതിന്റെ ഭാഗമാകില്ല എന്ന് കരുതുന്നു. നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം. ബട്ട് ഈ പ്രോഗ്രാം നിങ്ങളുടെ ബ്രാൻഡ് വാല്യൂ ഉപയോഗിച്ച് ചാനൽ നേട്ടം ഉണ്ടാക്കുന്നു. അതിൽ നിന്നുള്ള മോശം അഭിപ്രായം എല്ലാം നിങ്ങളിൽ എത്തിച്ചേരുന്നു. അത്രയേ ഇതിൽ നിന്നും സംഭവിക്കുന്നുള്ളൂ. ഇത്രയും നാളായി ഏഷ്യാനെറ്റ് പല കാലങ്ങളായി കാണിച്ചു കൂട്ടിയ ഓണത്തിനുള്ള കോമഡി സ്കിറ്റുകളും ആളുകൾ ഏറ്റവും വെറുക്കുന്ന ഈ ബിഗ് ബോസ് പ്രോഗ്രാമിലും നിങ്ങളെ കാണാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഒരു ആരാധകൻ കുറിച്ചിരിക്കുന്നത്. എന്റെ പൊന്നു ലാലേട്ട, ഇതിൽ ഇനിയും തല വെക്കരുത്. എത്ര പൈസ തരുകയാണ് എന്ന് പറഞ്ഞാലും എല്ലാവരും വെറുത്തു പോകും. വേണ്ട, ഇനി വേണ്ട. ഈ പരിപാടി എല്ലാ ഭാഷയിലും ഉണ്ട്. കേരളത്തിൽ ലാലേട്ടൻ അവതരിപ്പിക്കുന്നു. കൊറോണ സമയത്ത് നിർത്തിയ ഷോ, അതിൽ വന്നവർ വളരെ സംസ്കാരമില്ലാത്തവരായിരുന്നു. എന്തിനും ഒരു സംസ്കാരം വേണം. ഒരു ഷോയിൽ വന്ന് കാശും വാങ്ങി പോയിട്ട് ഷോയെ ചീത്ത പറയുന്നതിൽ കാര്യമില്ലെന്നും ചിലർ കുറിക്കുന്നു. കുത്തിയിരുന്ന ബിഗ് ബോസ് കാണുകയും കുറ്റം പറയുകയും ചെയ്യുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്ക് തുടരാം. കയറി വരട്ടെ ബിഗ് ബോസ് എന്നും ബിഗ് ബോസ് കാണുമ്പോൾ ആഴ്ചയിൽ ലാലേട്ടൻ വരുന്നത് ആകെ ഒരു പ്രതീക്ഷ. ആ ലാലേട്ടൻ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ബിഗ് ബോസ് എന്നും ഈ പ്രാവശ്യമെങ്കിലും നേരിട്ട് കണ്ടിട്ട് ശനി ഞായർ ദിവസങ്ങളിൽ വരണേ. ബിഗ് ബോസിൽ എഴുതി തരുന്നത് മാത്രം വായിച്ച് വില കളയലെ ലാലേട്ട എന്നാണ് മറ്റൊരാൾ കുറിച്ചത്. ഇത് ഇനിയും ഉണ്ടോ ലാലേട്ട? ഇതുപോലെ ഒരു ആഭാസം ചെയ്യാൻ കൂട്ടുനിൽക്കാതെ ഏതെങ്കിലും നിസ്സഹായരായ ഒരുപാട് കുട്ടികളുണ്ട്. അവരുടെ ഭാവിക്ക് വേണ്ടി ഈ തുക വിനിയോഗിച്ചുകൂടെ? തോന്നിയാസമല്ലാതെ അതിനകത്ത് എന്താ നടക്കുന്നതെന്നാണ് ഒരാളുടെ പ്രതികരണം. ലാലേട്ടൻ തന്നെ ഹോസ്റ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹം. പക്ഷെ ചില സിനിമയിലെ പോലെ തന്നെ മറ്റുള്ളവരുടെ കളിപ്പാവാകാതെ ഷോ കണ്ട സ്വന്തം
അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം കൂടി വാങ്ങണം, അപേക്ഷയാണെന്നും ഒരാൾ കുറിച്ചു. ഇത്തവണ വളരെയധികം വൈവിധ്യവും നിറച്ചാണ് ലോഗോ അണിയറ പ്രവർത്തകർ തയ്യാറാക്കിയിരിക്കുന്നത്. സ്വർണ്ണ നിറമാണ് ലോഗോയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. കണ്ണിന്റെ ആകൃതിയിൽ തന്നെയാണ് ലോഗോ. ലോഗോയുടെ ഇടതുവശത്ത് ഇംഗ്ലീഷ് ലെറ്റർ എല്ലും വലതുവശത്ത് സീസൺ 7 സൂചിപ്പിക്കുന്ന 7 സംഖ്യ ചരിച്ചെഴുതിയിരിക്കുന്നതും കാണാം. ഇടതുവശത്തുള്ള എൽ എന്ന അക്ഷരം അവതാരകനായ മോഹൻലാലിനെ സൂചിപ്പിക്കുന്നത്. കണ്ണിന്റെ കോർണിയ പോലുള്ള ഭാഗത്ത് ക്യാമറ ലെൻസും കാണും. സ്വർണ്ണ നിറത്തിലുള്ള പുറമെ പിങ്ക്, പർപ്പിൾ, ബ്ലാക്ക് നിറങ്ങളും ലോഗോയിൽ പലയിടത്തായി ഉപയോഗിച്ചിരിക്കുന്നു. ഡയമണ്ടുകൾ പോലെ തോന്നിക്കുന്ന 7 ചിഹ്നങ്ങളും ലോഗോയിൽ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. ഉടൻ തന്നെ സീസൺ 7 ആരംഭിക്കുമെന്ന സൂചനയും പ്രമോ നൽകുന്നു. ഭൂരിഭാഗം BB ആരാധകർക്കും ലോഗോ ഇഷ്ടപ്പെട്ടുവെന്നാണ് പ്രമോയുടെ കമന്റ് ബോക്സിൽ നിന്നും വ്യക്തമാകുന്നത്. സീസൺ 6 പോലെ ആകാതെ അർഹിക്കുന്നവർ കപ്പ് ഉയർത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നുവെന്നാണ് ഏറെയും കമന്റുകൾ. ബിഗ് ബോസ് മലയാളം സീസൺ 6 പോലത്തെ സീസണും ആ സീസണിലുണ്ടായിരുന്ന പോലുള്ള ടോപ്പ് 5ഉം അതുപോലെ ഒരു വിജയിയും ഉണ്ടാവാതിരിക്കട്ടെ. നല്ല മത്സരാർത്ഥികളെയും നല്ല ബിഗ് ബോസ് ക്രൂവിനെയും പ്രതീക്ഷിക്കുന്നു. കപ്പ് അർഹിക്കുന്നയാൾ ഉയർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും പലരും അഭിപ്രായം പങ്കുവച്ചെത്തിയിട്ടുണ്ട്. വലിയ രീതിയിൽ കോളിളക്കം സൃഷ്ടിക്കുകയും വാർത്തകളിൽ ഇടം പിടിക്കുകയും ചെയ്ത സീസണായിരുന്നു ബിഗ് ബോസ് സീസൺ 6. സീസൺ ആരംഭിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ നടന്നിട്ടില്ലാത്ത തരത്തിൽ മത്സരാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടി. അസി റോക്കി എന്ന മത്സരാർത്ഥികൾ സിജോയുടെ മുഖത്തിടിച്ച് താടിയെല്ല് തകർത്തു. കൂടുതൽ വിചാരണയ്ക്ക് നിൽക്കാതെ അസി റോക്കിയെ ഷോയിൽ നിന്നും പുറത്തിറക്കിയിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ സാരമായി പരിക്കേറ്റ സിജോ പിന്നീട് ഏറെക്കാലം ചികിത്സയിലായിരുന്നു. സീസൺ 6 വിജയിയായത് സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനറായ ജിൻഡോയായിരുന്നു. മോഡലായ അർജുൻ ശ്യാം ഗോപനായിരുന്നു ഫസ്റ്റ് റണ്ണറപ്പ്. ജാസ്മിൻ, ഋഷി, അഭിഷേക്, ശ്രീകുമാർ തുടങ്ങിയവരായിരുന്നു ടോപ്പ് 5. പണപ്പെട്ടി ടാസ്കിൽ പങ്കെടുത്ത് വിജയിച്ചത് വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയ സായി കൃഷ്ണയായിരുന്നു. 6ാം സീസണിൽ 6 പേരാണ് വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയത്. എന്നാൽ പ്രതീക്ഷിച്ചതുപോലൊരു പ്രകടനം കാഴ്ചവെക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല.